കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയുണ്ടായി എന്ന സ്റ്റാർട്ടപ്പ് ജെനോം എന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അടക്കം ഉന്നയിച്ചു. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വലുതായി എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ജെനോം എന്ന് പറയുന്ന സ്ഥാപനമാണ്. പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. പണം കൊടുത്തിട്ടാണ്. അവരുടെ ക്ലയൻ്റാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ. അവർക്ക് 2021 മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2021 $13,500 സ്റ്റാർട്ടപ്പ് ജെനോമിന് നമ്മൾ കൊടുത്തതാണ്. 2022 $4,500, 2023 $15,000, 2024 $15,000, അങ്ങനെ മൊത്തം $48,000 ഈ 21 മുതൽ 24 വരെ സ്റ്റാർട്ടപ്പ് ജെനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത്. സത്യത്തിൽ അവർ കാണിച്ചൊരു കൗശലമാണ്. 2019 തൊട്ട് 21 വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടാക്കുകയും 2021 മുതൽ 24 വരെ രണ്ടാമത്തെ കാലഘട്ടം ഉണ്ടാക്കുകയും ഒന്നാമത്തെ കാലഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ കാലഘട്ടം എത്തിയപ്പോൾ 254% വളർച്ചയുണ്ടായി എന്നുള്ള അവകാശവാദമാണ് അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്ക് കിട്ടിയത് മറ്റേത് കോവിഡ് കാലമാണ്. 2019-21 ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ട് ഒരു പെട്ടിക്കട തുടങ്ങാത്ത കാലമാണ്. ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് 0 ആണ്. അവിടെ നിന്ന് ഒരു മാർക്ക് കിട്ടിയാൾക്ക് 4 മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എത്രയാ? 300% വർധനവാണ്. വേറൊരു സംസ്ഥാനത്ത് 8 ആയിരുന്നത് 10 ആയപ്പോഴോ അവിടെ 25% വർധനവേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു കാപട്യമാണ് ഈ കമ്പനി ഊതിപ്പെരിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു കാപട്യമാണ് ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. സ്റ്റാർട്ടപ്പ് ജെനോം എന്ന് പറയുന്ന സ്ഥാപനം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവർ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഇതാണ്. അവർ അതനുസരിച്ച് ആർട്ടിക്കിൾ ഉണ്ടാക്കി ഈ രീതിയിൽ സ്റ്റാർട്ടപ്പ് ജെനോം എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് പണം കൊടുത്ത് ഏജൻസികളെ വെച്ച് ഉണ്ടാക്കി നമ്മളോട് തർക്കിക്കാൻ വരുന്നത്? ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഈ സ്ഥാപനത്തിൻ്റെ ക്ലയൻ്റാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും പണം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇതെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത്. അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ്. ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. പണം കൊടുത്തുള്ളതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. സത്യത്തിൽ റിപ്പോർട്ടിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് അഫോർഡബിൾ ടാലന്റ് എന്നുള്ള ഗണത്തിലാണ്. സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമ്മുടെ മാനവ വിഭവശേഷി എന്ന് പറയുന്നത് വലുതാണ്. ശമ്പളം കുറവാണ്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യും. അതുകൊണ്ടാണ് അഫോർഡബിൾ ടാലന്റ്. യൂറോപ്പിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആളുകളെ വയ്ക്കുന്നതിനേക്കാൾ എളുപ്പത്തിലുള്ള ആളുകളെ, ഇപ്പോൾ ടെക്നീഷ്യൻസിനെ വയ്ക്കുന്നതിലോ IT എക്സ്പേർട്സിനെ വയ്ക്കുന്നതിലോ നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാലറി കുറച്ച് മതി. അതാണ് അഫോർഡബിൾ ടാലന്റ്. ആ കാര്യത്തിൽ നമ്മൾ പണ്ട് ഒന്നാം സ്ഥാനം. നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് എന്നും മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്, അല്ലാതെ അല്ല. അതുപോലെ ഇന്നലെ നിയമസഭയിൽ $48,000 കൊടുത്തു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓരോ വർഷം കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് തരാം. പിന്നെ ഇന്നലെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ സിക്കിം വർദ്ധിപ്പിച്ചിട്ടില്ല. സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ് എൻ്റെ കയ്യിലുള്ളത്. 1/10/2022 അവർ 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ഉത്തരവാണ്. മന്ത്രിമാരൊക്കെ നിയമസഭയിൽ ഉത്തരം പറയുമ്പോൾ ഞാൻ പാർലമെൻറ്റിലെ ചോദ്യത്തിനുള്ള ഉത്തരം നിയമസഭയിൽ ഹാജരാക്കിയായിരുന്നു. അപ്പോഴും ബഹളമാണ് ഉണ്ടാക്കിയത്. സിക്കിം സർക്കാരിൻ്റെ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. 10,000 വർദ്ധിപ്പിച്ചു. അതുപോലെ ആന്ധ്ര അവർ ടോട്ടൽ 10,000 ഇൻസെൻറ്റീവിനോടൊപ്പം. അപ്പോൾ അവർ 7,000 രൂപയാക്കി. കേന്ദ്ര ഗവൺമെൻറ്റിന് 3,000 ആയിട്ട് 10,000 രൂപയാക്കി. അപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഈ സമരത്തെ ഇങ്ങനെ തള്ളിപ്പറയാതെ, സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കാതെ, സമരക്കാരോടുള്ള ഈ ഒരു നിഷേധാത്മക സമീപനം അവസാനിപ്പിച്ച്
അവര് സ്ത്രീകളല്ലേ? നിങ്ങൾ അവരുടെ ഇടതുപക്ഷ LDFന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ? അത് കൊടുക്കുന്നതിന്, ഒരു വർധനവുണ്ടാക്കി അവർക്ക് സഹായിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഈഗോ വിചാരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ഒന്നുകൂടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഇക്കാര്യത്തിൽ.